തണ്ണിമത്തൻ്റെ ഒരു സംഭവം കാണിച്ചു തരട്ടെ. അപ്പോൾ ഇവിടെ തണ്ണിമത്തന് കണ്ട പിന്നെ വണ്ടിട്ടാ വണ്ടി. ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൗണ്ടൊക്കെ പോയിക്കണം. അപ്പം ഇന്ന് മാർക്കറ്റിലോട്ടൊക്കെ ഒന്ന് പോകുമ്പോൾ ഇക്കാൻ്റെ വീട്ടിലോട്ടൊന്ന് പോവാണ് കേട്ടാ. ആ അതിൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചിട്ട് വരാം കേട്ടോ. പോരേ പോരടാ. ഹലോ ഗൈസ്, ഇതണ്ട പോരുന്നില്ലവന് കണ്ട. വാവടാ വാ. നല്ല മീന്, വലിയ മീന് മേടിച്ചു തരാം. അതിൻ്റെ ഉള്ളിലേക്ക് പോന്ന വലിയ മീന് ലുലുമാളിന്ന് മേടിച്ചു തരാം. വലിയ മീന് ഓരോ വീട്ടിക്കിൻ്റെ ഉള്ളിൽ കയറിയത് നമുക്ക് ഇറങ്ങിയിട്ട് പോരാ. വാ അങ്ങനെതാ ഓന് എത്ര തന്നെ പറഞ്ഞിട്ട് ഉള്ളിലൊക്കെ അങ്ങോട്ട് കയറിയില്ല കേട്ടോ. ഓന് വാശി പിടിച്ച് അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ മീൻ മാർക്കറ്റിലോട്ട് വേഗം പോയിട്ടോ. അങ്ങനെ മീൻ മാർക്കറ്റിൽ പോയപ്പോൾ തിരക്കോട് തിരക്ക്. ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ ചെമ്മീൻ വാങ്ങിച്ചില്ല, ഞണ്ട് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞണ്ടും വാങ്ങി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. വീട്ടിലോട്ട് പോകുമ്പോൾ ഈ ടൗണാണ് കേട്ടോ, കോയമ്പത്തൂർ കോവൈ ടൗണാണ് കേട്ടാ ഈ കാണുന്നത്. ഇതാണ് പോറ്റീസ്. ഇത് ടൗൺ ഹാളിലായിട്ട് വരും കേട്ടോ. പിന്നെ ഇപ്പുറത്തെ ഓപ്പോസിറ്റീവായിട്ട് ഇരിക്കണ കണ്ടോ, അതാണ് ഇക്കാൻ്റെ പള്ളി അത്തർ ജമാഅത്ത്. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഈ കുമരൻ സിൽക്സ്, അതേമാതിരി പോറ്റീസ്, അതേമാതിരി ഗണപതി സിൽക്ക്, അങ്ങനെ ഒത്തിരി നമ്മൾ പരസ്യങ്ങളിൽ കാണുന്ന സിൽക്കുകളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ നോക്കി ഇങ്ങനെ പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ രാത്രിയിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ഭാഗത്ത്. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇനി പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. എത്രയോ ഒരു മാസം ഞങ്ങൾ വീടിരിക്കുന്ന ടൈമിൽ അത് വിത്ത് ഇങ്ങനെ പാകിയിട്ടുണ്ടായിരുന്നു. പാകിയിട്ട് 3 മാസത്തിനുള്ളിൽ അത് എല്ലാം സെറ്റായി. ഞങ്ങൾ ജനുവരിയിലാണ് വീടിരുന്നപ്പോഴാണ് കേട്ടോ ഇവിടെ ആ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. മൊത്തത്തിൽ വെള്ള കവർ ഇട്ടിട്ടായിരുന്നു വിത്തിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ തക്കാളി ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ പൊന്നെ അടിപൊളി തണ്ണിമത്തനാണ് കേട്ടോ. അങ്ങനെ 3 മാസം മതി തണ്ണിമത്തനെന്നില്ല ഈ ഒരു അറിവ് എനിക്ക് പഠിഞ്ഞു കേട്ടോ. കാരണം നല്ല രസമുണ്ട്. വീഡിയോസ് കാണുന്ന മാതിരി അല്ല കേട്ടോ, നിറയെ തണ്ണിമത്തനുണ്ട് കേട്ടോ. വീഡിയോയിൽ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കണ്ടിട്ട് ശരിക്കും കാണില്ല കേട്ടോ. അങ്ങനെ അത് കൃഷി വിളവെടുപ്പ് എടുക്കുന്നുണ്ട്. കുറേ പേര് ചാക്കിലിങ്ങനെ കെട്ടി വെച്ചിക്കണണ്ട. അതിനിങ്ങനെ വണ്ടിയിൽ ലോഡ് ഏറ്റി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തണ്ണിമത്തൻ കൃഷി കാണുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ കൂടി അറിയിക്കുക. അങ്ങനെ ഇത് വീടിൻ്റെ തൊട്ടടുത്താണ്. ഞങ്ങൾ മീൻ മാർക്കറ്റിലോട്ട് പോയി വരുമ്പോഴാണ് കേട്ടോ ഇത് ഇങ്ങോട്ട് നോക്കണത്. വാട്ടർമെലോൺ എങ്ങനെയുണ്ട്? എല്ലാ സ്ഥലത്തും 3 മാസം കൊണ്ടിട്ടാ. സത്യം പറഞ്ഞാൽ 3 മാസം കൊണ്ടാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇങ്ങനെ വാട്ടർമെലോൺ പെട്ടെന്ന് അത് മുളച്ച് പിന്നെ പെട്ടെന്ന് തന്നെ കായായി പെട്ടെന്ന് ഇതാ പറിക്കണവും ചെയ്യുന്നത്. ഞങ്ങൾ വീട് ഇങ്ങോട്ട് മാറുമ്പോൾ അപ്പോഴാണ് കേട്ടോ ഇതിവിടെ. ഞാൻ തക്കാളി തയ്യായിരിക്കും എന്നാ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അടിപൊളിയാണ് കേട്ടാ, അടിപൊളിയാണ്. പോവനി പോവുക കണ്ടോ, ഒക്കെ വത്തക്കകളാണ് കേട്ടോ. നിങ്ങൾ വത്തക്ക കൃഷി കണ്ടിക്കണ? കണ്ടോ അവിടെ ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോകണം കേട്ടോ ആൾക്കാർ. കണ്ടോ വാട്ടർമെലോൺ കൊണ്ടുപോവുകയാണ്. കണ്ടോ ലോഡ് കയറ്റി പോവുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ വീടിരിക്കണതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ സംഭവം. തണ്ണിമത്തന് നിലത്തല്ല കേട്ടോ, കവറിൻ്റെ മേലെയാണ്. അങ്ങനെ ഒരു അറിവും കൂടി എനിക്ക് കിട്ടിയിട്ടാ. പോവല്ലേ? അപ്പം നമുക്ക് പോവുക. അപ്പം അവിടെ നിനക്ക് വണ്ടി ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് പോവുക. അവിടുന്ന് വണ്ടി അന്നെ വിടൂല, അന്നെ വിടാൻ പറ്റൂല. വാ വണ്ടി കേറ്. ഇരിക്ക
വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു കേട്ടോ ആ ഒരു വത്തക്ക കൃഷി. അതും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് വന്നിട്ടോ. വീട്ടിൽ വന്നപ്പോൾ സംഭവം നിങ്ങൾക്ക് അറിയണം, ഒരു സംഭവം ഓന് വാശി പിടിച്ചതല്ല, ആ വാശിയുള്ള സംഭവം ഉണ്ട്. അതങ്ങോട്ട് നോക്കാനാണ് കേട്ടോ ഓൻ്റെ ഈ പൊരിച്ചില്. അങ്ങനെ ഈ ഒരു സംഭവത്തിനായിരുന്നു കേട്ടോ ഓന് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നെ. അങ്ങനെ അത് ഒന്ന് വാശി പിടിച്ചതിന് 2 എണ്ണം വാങ്ങിക്കൊടുത്തിട്ടോ. ഓന് ഭയങ്കര ഒരു വാശിക്കാരനാണ് കേട്ടോ. ഓനെയും കൊണ്ടൊന്നും പുറത്തിറങ്ങാൻ പറ്റൂല. അന്ന് ലുലുമാളിൽ നിന്ന് വാങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു. ലുലുമാളിൽ നിന്ന് 200 രൂപയാണ് ഒരു മീനിന്. ഇത് പുറത്തുനിന്നാകുമ്പോൾ 100 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചപ്പോൾ അടിപൊളിയായിട്ട് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പർച്ചേസിങ്. അപ്പോൾ ഇത് നമുക്ക് ഇനി അതിനെ കുപ്പിയിലോട്ട് ഇടാ. അതാ അതിന് കൈയോണ്ട് പിടിച്ചിട്ട് ഇടാൻ വെക്കുവോ? കൈകൊണ്ട് എനിക്ക് പിടിച്ചിടാനത് എനിക്ക് വെക്കും. കൈകൊണ്ട് പിടിച്ചിടാന് കിട്ടിയില്ലേ? ആ എനിക്ക് കൈകൊണ്ട് പെട്ടെന്ന് പിടിക്ക്. വെച്ചു അപ്പുറത്തോണ്ട് തിരിഞ്ഞിടുപ്പോ. ആ കൈകൊണ്ട് ഇട്, ഇതിലിട്ടാ. എന്നാ ഞാനിടാം കാട്ടെ. അങ്ങനെ ഓന് പേടിത്തൊണ്ടനാണ്. അങ്ങനെ അതാ അല്ലോ വിട അത് മറിയോ കണ്ട എവിടെ നല്ല ഫിസില്ലേ. ഇനി ഒന്നും കൂടി ഉണ്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ വീട്ടിലേക്ക് 2 അതിഥികൾ എത്തിയിട്ടുണ്ട് കേട്ടോ. 2 അതിഥികൾ ഹാപ്പി ആയിട്ട് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവരുടെ ജീവൻ കൈയിട്ട് ഇല്ലാതാക്കാതിരുന്നാൽ മതിയായിരുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. സ്വത്തുവിൻ്റെ കയ്യിലാണ് ഇവർ പെട്ടിട്ടുള്ളതേ. അതുകൊണ്ട് കുറച്ച് പ്രയാസമാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ റബ്ബേ കൈയിട്ടിട്ടേ ഇരിക്കും. അങ്ങനെ അതിന് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ എൻ്റെ വാസിയിൽ അങ്ങനെ ഫുഡൊക്കെ എടുത്തു ഓനങ്ങോട്ട് സമാധാനിപ്പിച്ചു. അപ്പം അത്രയ്ക്ക് ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.